ഇന്നേ രാവിലെയൊക്കെ നല്ല മഴ ഉണ്ടാവും പറഞ്ഞിരുന്നേ. പക്ഷെ രാവിലെ മഴ ഉണ്ടാവും പറഞ്ഞിട്ട് എന്താ, രാവിലെ തൊട്ട് ഉച്ച വരെ മഴ ഉണ്ടായില്ല കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ഇപ്പല്ലേ ഒരു അടിപൊളി മഴ പെയ്തുട്ടാ. നല്ല മഴയാണ്. സുകന്യ മോട്ടർ ഒന്ന് ഇടുവോ? രാവിലെ 4 മണിക്ക് ഓരോരുത്തർ നീച്ച് മോട്ടർ ഇട്ടിരുന്നതാ. മഴക്കാല ഇപ്പൊ കരുതിയിരുന്നില്ലെങ്കിലേ മഴക്കാലത്ത് വെള്ളത്തിന് ഓടേണ്ടി വരും. അപ്പോൾ നമ്മള് ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളെ 2-3 ദിവസമായിട്ട് നല്ല മഴ. എന്താ ഓരോന്നൊക്കെ കാണുമ്പോഴേ, എന്താ ന്യൂസിൽ കൂടെയൊക്കെ കാണുമ്പോൾ ഭഗവാനെ, നമ്മളൊക്കെ ഇപ്പോൾ സ്വർഗത്തിലേട്ടോ ഇരിക്കുന്നത്. കാരണം നമ്മുടെ ഇവിടെ നിന്നും വെള്ളപ്പൊക്കേ ഉണ്ടാവില്ല. എനിക്കും വേണം. പറ്റില്ല, ഒറ്റയ്ക്ക് തിന്നാൻ പറ്റില്ല, എനിക്കും വേണം. വേണ്ട. ഞാൻ ഇതാ കടല കയ്യിലുണ്ട് കേട്ടോ. കണ്ടോ, ചായ കുടിക്കുമ്പോൾ അല്ലേ മഴ പെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും, എന്തെങ്കിലും. അപ്പം ഞാൻ ഈ പട്ടാണിക്കടല കണ്ടോ, പട്ടാണിക്കടല വാങ്ങിയിട്ട് വരും കേട്ടോ. പൊട്ടപ്പട്ടാണി എനിക്കിഷ്ടമാണ്. പട്ടാണിക്കടല നിലക്കടലേനേക്കാളിലും ഇഷ്ടമാണ് പട്ടാണിക്കടല. ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മളൊരു സ്പെഷ്യലും ഉണ്ടാക്കിയില്ല കേട്ടോ. എന്താ കൊണ്ടുവരുമോ? ആര് പറഞ്ഞോ? നീ അവളങ്ങോട്ട് പറയാ അല്ലേ, സ്പെഷ്യല് കൊണ്ടുവരികയായിരിക്കും അല്ലേ? ആ മക്കള് പറയുന്ന നോക്കിയൊക്കെ. വാങ്ങാൻ പറ. എന്താ ചാച്ചൻ്റെ അടുത്ത് പറ. അപ്പൊ ചോറും കൂട്ടാന്ന് വെക്കണ്ട. വാങ്ങി വെച്ചിരുന്നത് ആദ്യം അതൊക്കെ ഒന്ന് ചെലവായി പോട്ടെ. അപ്പഴേ എന്താ, അതാ ഞങ്ങളെപ്പോഴാ കുഴിമന്തി തിന്നു? ആര് എപ്പോ? കുട്ടിയച്ഛന്റെ വീട്ടിക്ക് പോയിട്ട് കഴിക്കാതെ. അല്ല, നിന്നത് വരാൻ പറഞ്ഞല്ലേ, നീ വരാതിട്ടല്ലേ? ആരാതിന് ഉത്തരവാദി? ഇന്ന് അച്ഛൻ്റെ അടുത്ത് വാങ്ങാൻ പറഞ്ഞത്. ഇന്ന് സത്യം പറയാച്ചാ നമുക്ക് ഈ സാരികളെ പറ്റിയിട്ടൊന്നും വല്ലാണ്ട് അറിയാത്തതും കൊണ്ടും, ഇപ്പോൾ ഓൺലൈനിലാണ് പറഞ്ഞാൽ ചിലപ്പോൾ കൂട്ടുകാർ എത്ര പേര് വിളിക്കുന്നറിയാം. അപ്പോൾ അവരോട് സംസാരിക്കും കൊണ്ടും നമുക്ക് സമയം കിട്ടിയില്ല കേട്ടോ. ഉച്ചയ്ക്ക് രാവിലെ പുട്ടും കടലയും ഉണ്ടാക്കി. ആ കടലക്കറിയും പപ്പടവും അച്ചാറും കൂട്ടിയിട്ടാണ് കേട്ടോ ഏട്ടനൊക്കെ കഴിച്ചത്. എന്താ എപ്പോഴും ഇവരിങ്ങനെ പറയും, ഞായറാഴ്ച നമുക്കൊരു ആഘോഷമാണെന്ന്. കുട്ടികൾ പറയാണ് ഇന്ന് വെള്ളച്ചോറും തന്നിട്ട് അമ്മ. അല്ല, ഇപ്പോഴത്തെ സാധാരണ സമയം പോലെയല്ലേ, നമുക്ക് ഓണാണ് വരാൻ പോകണം. അപ്പോൾ ഓണത്തിന് ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നിർത്തി വെച്ചിട്ട് കുറേ നേരം നിൽക്കാന് സമയം വേണ്ടേ? ഇപ്പോഴത്തെ കാര്യങ്ങള് ഏതായാലും നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി, അത് വെടുപ്പാക്കുക എന്നല്ലാണ്ട് വെള്ളം ഉണ്ടാവും. എന്താ ഉച്ചക്ക് പിന്നെ ഒന്നാമത് നമ്മുടെ 2 പല്ല് പറിച്ചിരിക്കുക കേട്ടോ. അമ്മ റെസ്റ്റിലാണ്. അമ്മയും മകളും പറയുന്നത് കേട്ടോ, സ്പൈഡർമാന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ വെച്ച് കൂട്ടം കൂടാണ്ട് 2 പേരുടെ കൂട്ടാണ് സ്പൈഡർമാന്റെ. അപ്പൊ ഞാനത് കാരണം നോക്കി നിന്നതാ. ഓണല്ലേ വരുന്നേ. ഓണത്തിന് പോവാൻ വേണ്ടിട്ടാ തിയേറ്ററിലേക്ക് ഇങ്ങനെ പോവാൻ വേണ്ടി പൊരിയാണ് നിങ്ങളില്ലേ? ഓണത്തിന് കാണാൻ പറ്റിയ സിനിമയാണ് സ്പൈഡർമാൻ. 3D ആണെങ്കിൽ നല്ല രസം ഉണ്ടാവും. വേണ്ടേ? പിന്നെ ഇപ്പൊ പറ്റിയ സമയാണ്. ഇപ്പൊ സിനിമ കാണാൻ പറ്റിയ സമയാണ്. പോവാ, വരും. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. എത്രണ്ണായി? 3-4 എണ്ണായി. എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. കാരണം ഇത് ഉണ്ടാകുമ്പോഴേ ഇത് കിട്ടൂ. നമുക്ക് എപ്പോഴെങ്കിലും ഇത് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ തോന്നിട്ട് കാര്യമില്ല. ചെണ്ടുമല്ലിയുടെ ഇലയുടെ മണം. ഇവിടെ എന്താ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക? ചെണ്ടുമല്ലി കൊണ്ട് ചെണ്ടുമല്ലിയാണല്ലോ പറിച്ചോണ്ടിരിക്കുന്നത്. ആകെ 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ഉണ്ടാക്കുക? ഇതുകൊണ്ട് എന്താ ഉണ്ടാക്കുക? ചായ ഒരാൾക്ക് 1 ഗ്ലാസ് ചായ ഉണ്ടാക്കാം. അതന്നെ കിച്ചോട്ടല്ലേ കളിച്ചിട്ട് വീണിട്ട് മുട്ട് ഇത്ര വട്ടത്തിൽ പൊട്ടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അത് ചിരകി പൊളിഞ്ഞു വന്നൊക്കെ കാണാൻ പറ്റില്ല കുട്ടിയുടെ. എന്താ ഇവിടെയൊക്കെ അല്ലേ നടക്കുമ്പോ നേരെ നടന്നിട്ടില്ലെങ്കിൽ നേരെ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. അപ്പൊ ഇത് 3 എണ്ണം കിട്ടിയിട്ടോ. ഓണത്തിന് പൂവിടുമ്പോഴും ഇത് നമ്മൾ കാണുമ്പോ നിസാരം പോലെയല്ലേ ഇത്. എന്താ മരുന്നല്ലേ? എന്തോ ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്?
ഞാൻ മിക്സിയിൽ അരക്കാനാണ്. ഞാൻ നാളെ എന്തായാലും നാളെ ചിലപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടാവില്ല കേട്ടോ. നല്ല മഴയാണ് ഇവിടെ ഇല്ല, വേറെയുള്ള സ്ഥലത്ത് കൂടെ, അപ്പം ഉണ്ടാവില്ല. അപ്പം രാവിലെ അവർക്ക് ഇഡ്ഡലി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. രാവിലെ വൈകുന്നേരത്തെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും അവർ കഴിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാത്ത എന്താണെന്നറിയോ, രാവിലെ 11:30-ക്കാണ് രാവിലത്തെ ഭക്ഷണം കഴിച്ചിരുന്നത്. ഒരു എന്താ ഈ കാലാവസ്ഥ കണ്ടാൽ നീക്കാൻ തോന്നുന്നില്ല അത്രേ, കടന്നുറങ്ങാനേ തോന്നില്ല. തോന്നുന്നു. എണീറ്റ് നോക്കിയപ്പോൾ പണിയോട് പണി. അതന്നെ, അതാണ് ഞാൻ നേരത്തെ എണീക്കുക പറയുന്നത് അതിന് വേണ്ടിയിട്ടാ. അല്ല പറഞ്ഞ തിരക്ക് കൂട്ടി പണികളിലേക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, പണി തന്നെ. എന്താ നമ്മള് ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും കൈകാലം ഇറങ്ങേണ്ടി വരും. ഒന്നാമത് എന്താ വെച്ചാൽ നമ്മൾ ഈ പുതിയത് തുടങ്ങുമ്പോൾ എല്ലാവർക്കും നമ്മുടെ കയ്യിൽ സംവിധാനങ്ങൾ കുറവല്ലേ, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ കൂടുതൽ സമയം വേണം. ഫോണിലാണ് മെസ്സേജ് വരിക. ഇപ്പം നമ്മളാണോ വെച്ചാൽ പ്രിൻ്ററാണോ വെച്ചാൽ ഫോൺ കണക്ട് ചെയ്തിട്ട് വേണം പ്രിൻ്ററിൽ ചെയ്യണമെങ്കിൽ. സിസ്റ്റവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പ്രിൻ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ഇത്ര പോകുന്നൊരു സാധനം കേട്ടോ. ഇത്രയും കുറച്ച് ഇതിന് വാങ്ങിയതാണ്. അത് ആദ്യം പ്രിൻ്റ് ചെയ്ത് ഒരു അഡ്രസ്സ് അയക്കുമ്പോൾ ഒരു 10 എണ്ണം ഒരേപോലെ നമ്മൾ എഴുതി ചെയ്യണം, എന്നാലാണ് അത് പോവുള്ളൂ. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ, ശരിയാവാണ്ടിരിക്കും. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ. നമ്മൾ നല്ല പ്രിൻ്ററും സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യും. അതുവരെ നമ്മളിങ്ങനെ പോട്ടെ എന്ന് അതൊന്നല്ല. ഇപ്പൊ പ്രിന്റർ എന്നല്ല ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നല്ല മെറ്റീരിയൽ കൊടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് ഡിസൈൻ നല്ല കിട്ടുക, അതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് ഇപ്പോൾ. പിന്നെ കുറേ കൂട്ടുകാർ പറഞ്ഞു പ്രസി ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട്, നല്ല ഡിസൈനാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിരുന്നു. പിന്നെയും കൂട്ടുകാർ പറയുന്നുണ്ട് കേട്ടോ, പ്രൈസ് പറയുന്നില്ല, നമ്മൾ വില പറയുന്നില്ല എന്ന്. അതെന്താ വില പറയാത്തതെന്ന് ഇന്നലെ അനിയേട്ടൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് വേണ്ടവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് അയച്ചപ്പോൾ. പിന്നെ ചില വേണ്ടവർക്കല്ലേ, ചില ആൾക്കാരില്ലേ, അല്ല ചില ആൾക്കാർ എങ്ങനെയാണെന്നറിയോ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അപ്പുറത്ത് കണ്ടോ നമുക്ക് നാളേക്ക് ഒരു നെഗറ്റീവ് ആവും. അപ്പം അതിനേക്കാളും നല്ലത് എന്താണെന്നറിയോ, ചിലർ വാങ്ങാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കും, ചിലർ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കും, ചിലർ നമ്മളോട് ഈ നമ്പർ കിട്ടിയതും കൊണ്ട് നമ്മളൊന്ന് വിളിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടും അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ കുക്കിംഗ് വീഡിയോ നമ്മൾ നിർത്തില്ല കേട്ടോ. കുക്കിംഗ് വീഡിയോ ഒക്കെ നമ്മൾ എന്തായാലും ചെയ്യുന്നത് വൈകുന്നേരത്തെ എന്തെങ്കിലും. അപ്പോൾ കണ്ടില്ലേ കുട്ടികൾ പറയുന്നത് ഫസ്റ്റ് ഡെലിവറിയിലേക്ക് എന്താ കുഴിമന്തി വാങ്ങിത്തായോ എന്ന് പറയുന്നു. ഒന്നെന്തെങ്കിലും വൈകുന്നേരത്ത് വാങ്ങാതിരിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറാം, ഉള്ളിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചത്. അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ സൗകര്യത്തിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കുറേ കൂട്ടുകാർ പറഞ്ഞാൽ സ്റ്റാൻഡ് വാങ്ങുക, അത് വാങ്ങുക, ഇത് വാങ്ങുക എന്നൊക്കെ. അതൊക്കെ ഇനി നമുക്ക് എങ്ങനെ പറയാ, നിങ്ങളെ ഇതിനനുസരിച്ച് എങ്ങനെ പറയാ ഓർഡറുകൾ സ്റ്റാൻഡും പ്രിന്ററും എല്ലാം വാങ്ങാൻ പറ്റും, സ്വിച്ചൊക്കെ വാങ്ങാൻ പറ്റും. അതായത് ആദ്യം ഇല്ലാത്ത പൈസ എടുത്ത് അതൊക്കെ വാങ്ങിയിട്ട് ഇതെന്ത് ചെയ്യാനാണ്? ആദ്യം ഇതൊക്കെ ഒന്ന് സെയിലായി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഈ സാരി നിലത്തൊത്തി നിന്നാലേ നടക്കാനും ഓടാനും ഇപ്പൊ എയറിലപ്പോ നിക്കണേ, അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സാരിയുടെ കണ്ടോ ബ്ലൗസ് കണ്ടില്ലേ, കുറേ പേര് ചോദിച്ചിരുന്നു വിത്ത് ബ്ലൗസ് ആണോന്ന്. നമ്മൾ വാങ്ങിയ സാരിയുടെ ഒക്കെ വിത്ത് ബ്ലൗസ് ഉള്ളതാണ് കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇത് പറയുന്നു കേട്ടോ, ഞാൻ എന്താ ചെയ്യാറെന്നറിയോ, എന്താ നമ്മൾ അടച്ച്, കാരണം എപ്പോഴും ഉടുക്കില്ലല്ലോ സാരി, എപ്പോഴെങ്കിലല്ലേ സാരി ഉടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഡിമെയ്ഡ് ബ്ലൗസ് ആട്ടോ വാങ്ങാറ്. റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങുന്ന സമയത്ത് എനിക്കിവിടെ നമ്മളത്ര ഇതൊന്നുമില്ല, എന്താ ഒരു ബനിയൻ ക്ലോത്തിൻ്റെ പോലത്തെ വാങ്ങാറുണ്ട്, വെൽവെറ്റിൻ്റെ പോലെ വാങ്ങാറുണ്ട്. അപ്പോൾ പക്ഷേ വേഗം കിട്ടുകയും ചെയ്യും, അതിന് നടക്കുകയും വേണ്ട. ഒരു വരവിൽ രണ്ട് കാര്യം നടക്കും. ഒരു വരവിൽ ഒരു ഇതിൽ രണ്ടെണ്ണം കാര്യം നടക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഈ ഓണത്തിന് ഇനി സാരി കൊടുത്തു കഴിഞ്ഞാൽ ഇനി 2 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സാരി കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത കൊല്ലം ഓണത്തിനായിരിക്കും സാരി കൊടുക്കുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് എൻ്റെ അമ്മയും അങ്ങനെ തന്നെ ഈ റെഡിമെയ്ഡ് ബ്ലൗസ് ഞാൻ വാങ്ങിയ ബ്ലൗസ് ഇവിടുത്തെ അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ. കാരണം വെറുതെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ കാരണം വെച്ചാൽ ഓരോ കൊല്ലം കൂടുന്തോറും നമ്മൾ ചേർത്ത് വരികയാണ്, ഇത് കൊള്ളും വേണ്ടേ. അപ്പം അത് കാരണം അപ്പോൾ ഈ ഒരു സാരിയില്ലേ, എനിക്ക് ഇത് നിങ്ങൾക്കിത് മനസ്സിലാവാണ്ടാണോന്നറിയില്ല, ഇത് ടിഷ്യൂ സാരിയാണ് കേട്ടോ. ടിഷ്യൂ സാരിയാണ്. അത് ഓർഡർ ആയതാ അത് ഉച്ചക്കേ ഞാൻ ആ ഫോണിൽ നോക്ക്, ഇതല്ലേ ഇതൊരു ടീച്ചർ പറഞ്ഞതാണ് 10-ാം തീയതിക്ക്. ഇത്
ഓർഡർ ആയത് മാറ്റി വെക്ക്. എല്ലാം കൂടി ഒരിടത്തിനേക്കല്ലേ. അപ്പോൾ ഈ സാരികൾ ഏറ്റവും എല്ലാവർക്കും ഇല്ലേ ഇങ്ങനത്തെ സാരികളില്ലേ ഭയങ്കര ഇഷ്ടമായിട്ടോ. കണ്ടോ, ഇത് ഞാൻ പറഞ്ഞു ഈ സാരിയില്ലേ ഈ ഒരു കളറ് കോമ്പിനേഷൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ ഒരു കളറാണ് കേട്ടോ. എന്താ കാരണം ഇതിൻ്റെ 4 കളറും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം. നമ്മുടെ അടുത്ത് ഈ സാരി നമ്മളെന്താ ചെയ്തറിയോ, നമ്മളെല്ലാം നമുക്ക് തുണി എടുക്കുമ്പോൾ തെരഞ്ഞ് എടുത്തു. അതാണ് അത്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരേ സാധനം ഒരുപാട് എടുക്കണമെങ്കിൽ നമുക്കൊരു അത് ഡ്രസ്സ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും എങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ എന്നുള്ള മനസ്സിലാവും. നമ്മളിപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ അത് പറ്റില്ലല്ലോ. അതാണ് നമ്മളതിൽ ഇങ്ങനെ വീഡിയോയിൽ ഈ രീതിക്ക് കാണിക്കുന്നതേ അതുകൊണ്ടാണ്. പിന്നെ ഈ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാരി വരുമ്പോൾ ഞാൻ 2 അമ്മമാരെയാണ് കേട്ടോ ഓർത്തത്. കാരണം എന്താ ഇവിടുത്തെ അമ്മ അധികം കൊടുത്തിട്ടില്ലെങ്കിലും എൻ്റെ അമ്മ ഡെയിലി സാരി ഉപയോഗിക്കുന്ന ആളാണ്. ഡെയിലി ദിവസം സാരി കൊടുക്കുന്ന ആളാട്ടോ. അപ്പം അമ്മയ്ക്ക് ഒക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു സാരി അതാണ് കേട്ടോ നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ അതാ സാരിക്കൊക്കെ വിത്ത് ബ്ലൗസ് വരുന്നതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ഇനി സാരീനെ പറ്റിയിട്ട് പഠിച്ച് നമ്മളിത് എന്താ പറഞ്ഞു തരാം കേട്ടോ. ഓരോ സാരിയുടെ എന്താ ഇങ്ങനെ പറയുക, കോട്ടൺ ആണോ മൾക്കോട്ടൺ ആണോ അങ്ങനെ എന്താ പറയുക ഒക്കെ. കാരണം ഇപ്പോഴാണ് ഞാൻ കുറച്ച് സമയം കിട്ടുന്ന സമയത്തില്ലേ സാരികളെ പറ്റിയിട്ട് ഓരോന്ന് അതിൻ്റെ കസവുകളെ പറ്റിയിട്ട് ഒക്കെ പഠിക്കുന്നത്. അത് പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ ദിവ്യ പറഞ്ഞൊരു ചേച്ചി, നമുക്ക് ചെന്നൈയിലുള്ളൊരു ചേച്ചി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഓരോന്നിനെ പറ്റിയിട്ട്. പ്രസി ഇങ്ങനെയാണ് സാരി, അങ്ങനെയാണ് സാരി എന്നൊക്കെ ഉള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കടയിൽ പോയി കഴിഞ്ഞു വെച്ചല്ലേ നമുക്ക് ഏതാണോ ഇഷ്ടം അത് നമ്മളത് എടുത്തിട്ട് വരും. ഇപ്പൊ ഇത് എന്താ ഈ സാരികൾക്ക് ഇത്രയൊക്കെ പേരുകളുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. ഇതിന് ഇത്ര പ്രത്യേകതകളുണ്ട്, കാര്യങ്ങളുണ്ട്, അറിയില്ലല്ലോ. അപ്പോ എന്താ നമുക്ക് എന്താന്ന് വെച്ചാൽ ഓർഡർ തന്ന ഫസ്റ്റ് ഓർഡർ നമുക്ക് ഈ സാരിയിൽ തന്നത് കോഴിക്കോട്ട് നിന്നാണ് കേട്ടോ. ഫസ്റ്റ് ഓർഡർ കിട്ടിയത് കോഴിക്കോടാണ് നമ്മൾ ഫാൻസി സാരിയിൽ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മൾ അതാണ് പറയുന്നത്. ഇനി നമ്മുടെ എന്താ ഈ സെറ്റ് സാരി സെറ്റ് മുണ്ടുകളൊക്കെ നമ്മൾ ഓണത്തിൻ്റെ കൊണ്ടുവരുന്നുണ്ട്. വിത്ത് ബ്ലൗസുള്ള സെറ്റ് സാരികൾ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു, അത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പുളിയരക്കലമുണ്ട്. അതിങ്ങനെ കഴിയുമ്പോൾ ഈ ഒരു അക്ഷരം മാറിപ്പോണുണ്ട്, അതും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൻ്റെ ഇനി നമ്മൾ എങ്ങനെയാണെന്ന് അറിയാം, കുറച്ചും കൂടി ആവുമ്പോൾ ഒരു ചാനലിൽ അല്ലെങ്കിൽ ഒന്നരാടം ചാനലിൽ വീഡിയോ എന്താ തുണികളുടെ വീഡിയോസ് ഇട്ടിട്ട് മറ്റേത് നമ്മുടെ കുറേ കൂട്ടുകാർ പറയുന്നുണ്ട് ഇത് മാത്രമായി കഴിഞ്ഞ വെച്ചാൽ നിങ്ങളുടെ പ്രസ്റ്റീജിൽ കുക്കിംഗ് ഒക്കെ എന്താ ഇഷ്ടമാണ്. ആ പ്രസ്റ്റീജ് ഇല്ല. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇപ്പൊ. അപ്പൊ നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പറയുന്ന പൈസ നമ്മളെ സാധനം തരുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഞങ്ങൾക്ക് പൈസ ഇട്ട് തന്നിട്ടാണ് നമ്മളത് കൊറിയർ അയച്ചു തരുന്നത്. അപ്പൊ ആ ഒരു ആത്മാർത്ഥത അല്ലേ, നമുക്കത് ഉത്തരവാദിത്വം നമുക്ക് വേണമല്ലോ ഇതിലൊരു. അതും അതെ, നമ്മളെ വിളിക്കുമ്പോഴേക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും അവർക്ക് റിപ്ലൈ ചെയ്യാനും ഇതിന് നമ്മൾ ഈ വീഡിയോക്ക് മാത്രം നിൽക്കുമ്പോഴൊക്കെ താമസം വരും. എന്താ അത് മാത്രല്ല, ഇന്നലെ നളിനി പറഞ്ഞ ഒരു അമ്മ വിളിച്ചിരുന്നു കേട്ടോ. നല്ല പ്രായമുള്ള ഒരു അമ്മേനെ. ഒരു ദിവസം പ്രസീനെ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് സമാധാനം ഇല്ല. എനിക്ക് പ്രസീനെ ഭയങ്കര ഇഷ്ടമാണ്, നന്നായി വരും പ്രസി എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മയ്ക്ക് നമ്മൾ ഇന്നലെ ലൈവ് കൂടെ നമ്പർ ഇട്ടിരുന്നു. നമ്മൾ നമ്പർ പറഞ്ഞിരുന്നു. ആ നമ്പർ പറഞ്ഞപ്പോൾ ലൈവ് കൂടെ നമ്പർ പറഞ്ഞിട്ട് ആ നമ്പർ എഴുതി എടുത്തിട്ടാണ് കേട്ടോ ആ അമ്മ വിളിച്ചത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഒരു സന്തോഷമായി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അതേപോലെ തന്നെ കുറേ പേര് വിളിച്ചിട്ട് ഇപ്പോൾ ഒന്ന് ഉച്ചയ്ക്കൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് കരയ്യ ചിലവർ. ഒറ്റപ്പാലത്തുള്ളൊരു ചേച്ചി കുറേ അയ്യോ കിട്ടിയോ, എൻ്റെ മോളെ കിട്ടിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം എന്നിട്ട് പറയുകയും ചെയ്തു ഒറ്റപ്പാലം ഭാഗത്ത് വരികയാണ് പറഞ്ഞു വെച്ചാൽ എന്താ അവരുടെ ഒരു ഓഫീസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ. അവിടേക്ക് വരണേ എന്താ കാണണം കേട്ടോ പ്രസി. എന്നിട്ട് പിന്നൊരു ഇത് പറഞ്ഞാൽ എന്താ പറയുക, നെയ്റ്റ് കൊണ്ടുപോകാന്ന്. പ്രസി നെയ്റ്റികൾ കൊണ്ടുവരുകൊണ്ടു. നെയ്റ്റികൾ നമ്മളിപ്പോൾ ഈ സാരി കാര്യങ്ങൾ ഇപ്പോൾ ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ എല്ലാവർക്കും ആവശ്യം വരിക. നൈറ്റി ആവശ്യം വരില്ല എന്നല്ല, പക്ഷെ നമുക്ക് ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നൈറ്റി അതുപോലുള്ള സാധനങ്ങൾ ചെയ്യാം. അത് ഓഫ് സീസണൊക്കെ വരുമ്പോൾ പിന്നെ കൂടുതൽ ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ്. പിന്നെ ഞാൻ പറയല്ലേ സാരിയുടെ പോലെ തന്നെ എന്താ എങ്ങനെ പറയാ,
നമ്മളൊക്കെ ഞാനൊക്കെ ഇപ്പോൾ തിരുവോണമാണ് പറഞ്ഞു വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഇല്ലേ കുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നെയ്റ്റിയാണ് കേട്ടോ ഇടുക. നെയ്റ്റി ഇട്ടിട്ട് നമ്മൾ വീട്ടിൽ പോണ സമയത്തോ അല്ലെങ്കിൽ ഊണ് കഴിക്കുന്ന സമയത്തോ അതന്നെ ഇടുക. വീട്ടിൽ പോണ സമയത്താണ് നമ്മുടെ ഓണക്കോടി, ഇതും നെയ്റ്റി ഓണക്കോടി ഉണ്ട്. ഓണക്കോടി എടുക്കല് എല്ലാരും അങ്ങനെ തന്നെ. അപ്പൊ നെയ്റ്റിക്ക് ആവശ്യമുണ്ട്. നൈറ്റിക്ക് ആവശ്യക്കാരില്ല എന്നല്ല ഞാൻ പറയാം. നൈറ്റി പൊതുവെ എപ്പോഴും ആവശ്യക്കാരുള്ളതാ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് എപ്പോഴും ആവശ്യക്കാർ വരുന്നതല്ലത്. ഇതിന്റെ ആവശ്യം ഇപ്പോഴാണ്. ഒക്കെ വിത്ത് ബ്ലൗസാ. അപ്പോൾ നമ്മളീ നമ്മുടെ വിശേഷം ചെറുതാക്കി ചുരുക്കിട്ടോ. അപ്പോൾ എന്താ നെയ്റ്റി വേണമെന്നുള്ള ഒരു കമന്റ് ചെയ്യൂ കേട്ടോ. നെയ്റ്റി നമ്മൾ കൊണ്ടുവരാം. അതേപോലെ തീർച്ചയായിട്ടും നെയ്റ്റി കൊണ്ടുവരും. ഈ ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ നെയ്റ്റിയും കൂടി കൊണ്ടുവരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഇങ്ങനെ വിചാരിച്ച് ഓരോന്ന് പോട്ടെ, നമുക്ക് ആ ഒരു നമുക്ക് പേടി, ചെറിയ രീതിയിലൊരു പേടിയും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്റ്റി കൊണ്ടുവരും. എന്താ അതേപോലെ വേറെ 2-3 കാര്യങ്ങളും കൂടി നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം അതൊക്കെ പാടെ കൂട്ടിക്കലർത്തിയിട്ട് നമ്മൾ ആ എല്ലാം ഒരു കൊടക്കീഴിൽ എന്ന് പറയുന്ന പോലെ അല്ലേ, കൂട്ടിക്കലർത്തിയിട്ട് ചെയ്യണം. ഒരുപാട് കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യാനും പറ്റില്ല. നമുക്ക് നമ്മുടെ സ്ഥലത്തിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് എന്താണോ അത് ചെയ്യാം. നെയ്റ്റിങ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് എടുക്കണം. അപ്പോൾ വരും സമയങ്ങളിൽ അതെല്ലാം ഉണ്ടാവും. പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് അപ്ഡേഷൻ കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ വേറെ കുറെ കാര്യങ്ങൾ നമ്മൾ ഏതായാലും നനഞ്ഞു, ഇനി ഏതായാലും കുളിച്ചിനിപ്പോൾ ഏതായാലും നനഞ്ഞു, ഇനിയിപ്പോൾ കുളിക്കുന്നതിന് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇതിലേക്ക് ഇറങ്ങി, ഇനി നമുക്ക് ഏറ്റവും നല്ല രീതിക്ക് ഇത് എങ്ങനെ കൊണ്ടുപോകാന്നാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിലൊരു കാര്യം കൂടി നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ അടുത്ത് കുറച്ച് അറിവുകൾ വെച്ചിട്ട് ഞങ്ങൾ ഒരു 5-6 കടകളിൽ പോയി തെരഞ്ഞിട്ടാണ്. ഇപ്പോൾ നമ്മളെ പോലെ ചില ചേച്ചിമാര് വിളിക്കുമ്പോൾ എന്നോട് പറയുന്നത് വില കുറച്ചിട്ട് ഇതേ ക്വാളിറ്റിയിൽ വില കുറച്ച് എവിടെയാണോ കിട്ടുന്നത് എന്നുള്ളത് അവിടെ അന്വേഷിച്ച് കുറേയിടത്ത് അന്വേഷിച്ചിട്ട് നമ്മൾക്ക് വെറൈറ്റി ഐറ്റംസുകൾ കൊണ്ടുവരണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനുള്ള ശ്രമത്തിലാണ്. അപ്പൊ അത് ഓരോരുത്തരെ നമ്മൾ വിളിച്ച് അന്വേഷിച്ച് ചിലവര് പറഞ്ഞുതരും. ചിലവര് പറഞ്ഞുതരില്ല, ചിലവര് പറയും ഞങ്ങൾ ഇതാക്കി തരാന്ന് പറയും. ഇടനിലക്കാരില്ലാതെ നമ്മളും എങ്ങനെ പറയട്ടെ, നമുക്ക് ഡയറക്റ്റ് കിട്ടണം. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് തരുമ്പോഴും അതിനനുസരിച്ചുള്ള വില കുറച്ച് നമുക്ക് ചെയ്യാലോ അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ലാഭത്തിൽ കൊടുക്കാൻ പറ്റും. നല്ല രീതിയിൽ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ നടക്കുന്നു വിചാരിക്കുന്നുണ്ട്. ഇതില് വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ഇന്ന് ഒരമ്മ ഗുരുവായൂരിൽ പോയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ബിസിനസ് നന്നാവാൻ വേണ്ടിയിട്ട് വഴിപാടും പായസം ഒക്കെ കഴിച്ചു കേട്ടോ. ഒക്കെ കഴിച്ചിട്ട് പ്രസി നല്ല രീതിയിൽ പോവും, ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട് തൃശ്ശൂരാണ്. പേരൊന്നും പറയുന്നുണ്ട്. തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് അവര് ഗുരുവായൂർക്ക് പോവാന്ന് ഓട്ടോ വിളിച്ചിട്ട് പോകണം. അല്ലാതെ നടക്കാനൊന്നും കുറച്ച് വയസ്സുള്ള ഒരു അമ്മയാണ്. 10-75 വയസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി നിന്നിട്ടാണ് എന്നോട് വിളിച്ചു പറഞ്ഞത്, മമ്മിയൂരിന്റെ അവിടെയൊക്കെ നല്ല വെള്ളമാണ്, അവിടേക്ക് പോവാൻ പറ്റിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് അല്ലേ. കാരണം തീർച്ചയായിട്ടും ഭഗവാനെ പ്രാർത്ഥന കേൾക്കട്ടെ. നല്ല ഫാക്ടറികളിൽ പോലെയുള്ള നല്ല സ്ഥലങ്ങൾ നമുക്ക് കിട്ടട്ടെ, നല്ല കളക്ഷൻ കിട്ടട്ടെ. നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നല്ല രീതിക്ക് നല്ല വിലക്കുറവില് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ ശ്രമത്തിലാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞു വെച്ചാൽ എല്ലാവരും ക്ഷമിക്കുക. കാരണം നമുക്കിതിൽ ഒരുപാട് അറിവുള്ള ആൾക്കാരൊന്നുമില്ല, നമ്മൾ തുടക്കക്കാരാണ്. അപ്പൊ അതിൻ്റെതായ കുറേ പോരായ്മകളുണ്ടാവും. പെട്ടെന്ന് തന്നെ ഒക്കെ നികത്തി ഒക്കെ ശരിയാവും. അപ്പോഴേ നിങ്ങളൊക്കെ കൂടല്ലേ, പിന്നെന്താണ്. നാളെ കാണാം.